അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമളാനിൻ്റെ പുണ്യ ദിനരാത്രങ്ങൾ ഓരോന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ പല ആളുകൾക്കും പല കാരണങ്ങളെ കൊണ്ടും റമളാൻ മാസത്തിലെ നോമ്പുകൾ നഷ്ടപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട്. ഇവരെന്താണ് ചെയ്യേണ്ടത്? പല കാരണങ്ങളും എന്ന് പറഞ്ഞാൽ ഖുർആൻ തന്നെ പറഞ്ഞില്ല, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫൈദത്തും മിൻ അയ്യാമിൻ ഉഖർ. നിങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായ ആളുകൾ, യാത്രക്കാർ, ഇതുപോലെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഫൈദത്തും മിൻ അയ്യാമിൻ ഉഖർ, മറ്റൊരു ദിവസം അത് നിങ്ങൾക്ക് ഖളാ വീട്ടാവുന്നതാണ്, ഖളാ വീട്ടിയാൽ മതിയെന്ന്. അപ്പോൾ പല കാരണങ്ങൾ യാത്രക്കാരാണ്, അല്ലെങ്കിൽ രോഗികളാണ്. രോഗികളോടും യാത്രക്കാരോടും ദാഹവും വിശപ്പും സഹിച്ച് അല്ലെങ്കിൽ വേദന സഹിച്ച് രോഗിയോട് നോമ്പ് നോൽക്കണമെന്ന് കൽപ്പിക്കില്ല, നിർബന്ധമായി നോറ്റേ പറ്റൂ എന്ന് പറയില്ല. അവന് ഒരു കാരുണ്യത്തിൻ്റെ മുഖമാണ് ഇസ്ലാമിൻ്റെ, അവന് മറ്റൊരു ദിവസം അത് ഖളാ വീട്ടിയാൽ മതി. ഇതാണ് ഖുർആൻ നമ്മളോട് കൽപ്പിക്കുന്നത്. അപ്പം ഇങ്ങനെ നഷ്ടപ്പെടുത്തുന്ന ആളുകൾ മറ്റൊരു ദിവസം ഖളാ വീട്ടണം. അത് ഖളാ വീട്ടേണ്ടത് ഈ വർഷത്തെ റമളാൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ റമളാൻ നോമ്പ് വീട്ടേണ്ടത് അടുത്ത റമളാൻ വരുന്നതിൻ്റെ മുമ്പാണ്. അപ്പോൾ ഈ നീണ്ട 12 മാസത്തിൻ്റെ ഇടയിൽ ഈ നോമ്പ് അവൻ വീട്ടിക്കോളണം. ഇങ്ങനെയാണ് ഇസ്ലാമിക ശരീഅത്ത് നമ്മോട് പറയുന്നത്. അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഫൈദത്തു മിൻ അയ്യാമിൻ ഉഖർ, മറ്റോ ദിവസം നിങ്ങളത് ഖളാ വീട്ടണമെന്ന്. ഇനി ഈ ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് അടുത്ത റമളാനിൻ്റെ ഇടയ്ക്ക് ഖളാ വീട്ടുന്നത് ആരെങ്കിലും അലംഭാവം കാണിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും മനഃപൂർവ്വം അത് നോമ്പ് നോൽക്കാൻ കഴിവുണ്ടായിട്ട് നോൽക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, പിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കാണാവുന്നതാണ്. ഫത്ഹിൻ പോലെയുള്ള ഗ്രന്ഥങ്ങൾ കാണാം. വയജിബു അലാ മുഅഖിരി ഖളാഇ ശൈഇ മിൻ റമളാൻ ഹത്താ ദഖറ റമളാൻ ആഖർ. ഒരാൾ റമളാൻ മാസത്തിലെ നോമ്പ് ഖളാ വീട്ടുന്നതിന് പിന്തിക്കുകയും അങ്ങനെ മറ്റുള്ള അടുത്ത റമളാൻ കടക്കുകയും ചെയ്താൽ അവന് നിർബന്ധമാണ് ഒരു കാരണവും കൂടാതെ അത് പിന്തിച്ചാൽ മുദ്ദുല്ലി കുല്ലി സന, ഓരോ വർഷത്തിനും ഒരു മുദ്ദ് ഭക്ഷണം കൊടുക്കൽ നിർബന്ധമാണ് എന്ന്. ഈ ഒരു നിയമം ഇങ്ങനെയുള്ള ആളുകൾക്ക് ബാധകമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ റമളാനിൽ നഷ്ടപ്പെട്ട നോമ്പുകളുണ്ടെങ്കിൽ അടുത്ത റമളാൻ വരുന്നതിൻ്റെ മുമ്പേ അത് ഖളാ വീട്ടണം. ഇല്ലെങ്കിൽ യാതൊരു കാരണവും കൂടാതെ, അഥവാ ഓൻ ഈ വർഷം നോമ്പ് വെക്കാൻ പറ്റിയില്ല, ഫുള്ള് യാത്രക്കാരനായിരുന്നു അല്ലെങ്കിൽ ഫുള്ള് രോഗിയായിരുന്നു, ഇങ്ങനത്തെ ആൾക്ക് അത് വിഷയമല്ല. കഴിവുണ്ടായിട്ട് ഈ ഒരു വർഷത്തിനിടയ്ക്ക് അവന് നഷ്ടപ്പെട്ട നോമ്പ് 2 ദിവസത്തെ നോമ്പുണ്ട്, ആ 2 ദിവസം ഈ വർഷത്തിനിടയ്ക്ക് രോഗികളോ യാത്രക്കാരോ അല്ലാതെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് അവൻ ഖളാ വീട്ടിട്ടില്ലെങ്കിൽ അവന് മുദ്ദുല്ലി കുല്ലി സന, ഒരു വർഷത്തിന് ഒരു മുദ്ദ് ഭക്ഷണം അവൻ കൊടുക്കണം. ഫയതകററു ബിതകററു സിനീനൽ മുഅ്തമദ്, ആ വർഷം ഒന്ന് കഴിഞ്ഞു, വർഷം വീണ്ടും കഴിഞ്ഞു, ഇവൻ ഖളാ വീട്ടിയില്ല. ഇങ്ങനെ വർഷങ്ങൾ പലതും കഴിയുമ്പോൾ ആ വർഷത്തിനനുസൃതമായി ഇവൻ്റെ മുദ്ദുകളുടെ എണ്ണവും കൂടുന്നതാണ് എന്നും പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്, ഞാൻ എൻ്റെ ചെറുപ്പകാലം അന്ന് വിവരമില്ലാതെ ഞാനെങ്ങനെ നോമ്പൊക്കെ നോൽക്കുന്നതിൽ കുറച്ച് മടി കാണിച്ചിരുന്ന ആളായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ എനിക്കത് ഒരു മനസ്താപം വന്നിട്ടുണ്ട്, എനിക്കത് ഖളാ വീട്ടണം, ഞാനെന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളോട് പറഞ്ഞു കൊടുക്കേണ്ടത്, എത്ര വർഷമാണോ ആയത്, ഒരു കാരണവും കൂടാതെ ഈ റമളാൻ മാസത്തെ നോമ്പ് പിന്തിക്കുകയും റമളാനുകൾ മാറി മാറി വന്നിട്ടും ഖളാ വീട്ടാതിരിക്കുകയും ചെയ്താൽ, എത്ര റമളാനുകളാണോ മാറി അതിനനുസൃതമായി മുദ്ദുകളുടെ എണ്ണം കൂട്ടേണ്ടതാണ്. ഉദാഹരണം, ചെറുപ്പകാലത്ത് നോമ്പ് നോൽക്കാത്ത ഒരാൾ ഇപ്പോൾ 10-30 വർഷത്തിന് ശേഷമാണ് അവന് മനസ്താപം വരുന്നത്, അവൻ നോമ്പ് നോൽക്കണമെന്ന് കരുതുന്നത്, അവൻ ചെയ്യേണ്ട കാര്യം നോമ്പ് ഒന്ന് ഖളാ വീട്ടുകയും അതിനോട് കൂടെ 30 വർഷത്തേക്ക് 30 മുദ്ദ് ഭക്ഷണം കൊടുക്കുകയും വേണം എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇത് വളരെ ഗൗരവപൂർവ്വം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പല ആളുകളും ഈ വിഷയം അറിയാതെ നഷ്ടപ്പെട്ടു പോകുന്ന ഈ വിഷയത്തിൽ വളരെയേറെ അശ്രദ്ധ കൊണ്ട് വലിയ നോമ്പും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കുന്ന ആളുകളുണ്ട്. ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ്. നോമ്പ് ഖളാ വീട്ടാൻ യാതൊരു പ്രയാസവുമില്ലാത്ത രീതിയിൽ നോമ്പ് ഖളാ വീട്ടാൻ അവർക്ക് സാധിച്ചു, അവനക്ക് ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് സൗകര്യം കിട്ടി, എന്നിട്ട് പിന്തിച്ചാലാണ് ഇത് കൊടുക്കേണ്ടത്. ഒരു മുദ്ദ് എന്ന് പറയുന്നത് അളവ്, സത്യത്തിൽ അത് അളവാണ്, ഒരു മുദ്ദ് പാത്രമാണത്. ഇന്ന് ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പല ആളുകളും തൂക്കി കൊടുക്കുന്ന ആളുകളുണ്ട്.
തൂക്കി കൊടുക്കുമ്പോൾ അളങ്ങുന്ന സാധനം തൂക്കി കൊടുക്കുമ്പോൾ ഇത് പല രീതിയിലുള്ള മാറ്റങ്ങൾ വരും. പലരും സംശയങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. ചില പുസ്തകങ്ങൾ കാണുന്നത് 600 ഗ്രാം എന്ന്, 650 ഗ്രാമാണ്, ചിലത് 700 ഗ്രാം, ചിലത് 800 ഗ്രാം എന്ന് കാണുന്നുണ്ട്. എത്രയാണ് ശരിക്കുള്ള കണക്ക് എന്ന് ചോദിക്കുന്നവരുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് തൂക്കി കൊടുക്കേണ്ടതല്ല. ഈ ഒരു മുദ്ദ് ഭക്ഷണം എന്ന് പറയും, ഭക്ഷണ സാധനം അരി പോലത്തെ സാധനം ഇത് തൂക്കി കൊടുക്കേണ്ടതല്ല, ഇത് അളന്ന് കൊടുക്കേണ്ടതാണ്. അളവ് പാത്രമാണത്. ഈ അളവ് പാത്രം എന്ന് പറയുന്നത് ഇന്ന് ഇഷ്ടം പോലെ സുലഭമാണ്. നമുക്ക് അങ്ങാടികളിൽ ഇത് പോയാൽ കിട്ടുന്നതാണ്. എല്ലാവരും അംഗീകരിക്കപ്പെട്ട എല്ലാവരുടെയും അംഗീകാരത്തോടു കൂടി ഇറങ്ങിയ മുദ്ദിൻ്റെ പാത്രങ്ങളുണ്ട്. അത് നമുക്ക് അന്വേഷണം കിട്ടുന്നതാണ്. നമ്മളത് അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അന്വേഷിച്ചാൽ അത് കടകളിൽ കിട്ടും. അത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് അതിനെ അളന്ന് കൊണ്ടാവണം നമ്മൾ മുദ്ദ് കൊടുക്കേണ്ടത്. തൂക്കി കൊടുക്കുന്നതിലേറെ നല്ലത് അതാണ്. കാരണം അതിന് കണക്ക് പല അരികളുടെയും കനം വ്യത്യാസപ്പെടുന്നതനുസരിച്ചുകൊണ്ട് തൂക്കത്തിൽ മാറ്റം വരും. അളന്ന് കൊടുക്കേണ്ടത് അളന്ന് തന്നെ കൊടുക്കണം. അപ്പോൾ അതിന് ആ പാത്രം നിർബന്ധമായി നമ്മുടെ വീടുകൾ വേണം. ഇനിയിപ്പോൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ 4 മുദ്ദാണ് ഒരു സ്വാ എന്ന് പറയുന്നത്. ഇങ്ങനെ അളന്ന് കൊടുക്കാനൊക്കെ അത് മതി. അപ്പോൾ സാധാ നാഴിയും ഇടങ്ങാഴിയും ഒക്കെ ഉള്ള ലിറ്ററുമുള്ള കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരു മുദ്ദിൻ്റെ പാത്രവും കിടക്കട്ടെ. അത് നമ്മുടെ മുസ്ലിം വീടുകൾ നിർബന്ധമാണ്. ആ കാര്യം നമ്മളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾക്ക് ഒരു മുദ്ദ് കൊടുക്കണമെന്നും ഈ മുദ്ദിൻ്റെ പാത്രം നമ്മൾ ഇതുവരെ ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടാണ്. പല ആളുകളും അത് ശ്രദ്ധിക്കുന്നില്ല. കാരണം അത്ര ഗൗരവം നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഈ ഭക്ഷണം, ഒരു മുദ്ദ് ഭക്ഷണം പാവപ്പെട്ട ആളുകൾക്ക് നമ്മളത് കൊടുത്തെങ്കിലേ നമ്മുടെ ഇടപാട് തീരുകയുള്ളൂ. പടച്ച തമ്പുരാൻ്റെ മുമ്പിൽ പോകുമ്പോൾ, സർവശക്തനായ അള്ളാഹുവിനടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ പൂർണ്ണമായി കടക്കാരായി മാറാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് അറിവില്ലാത്ത ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയ ആളുകൾ ഖളാ വീട്ടുന്നതോടുകൂടി ഒരു മുദ്ദ് ഭക്ഷണവും കൂടി കൊടുക്കണം. വർഷങ്ങൾ കഴിയുന്നതനുസരിച്ച് ആവർത്തിച്ചുള്ള വർഷങ്ങൾക്ക്, നോമ്പുകൾക്ക്, മാറി വരുന്ന വർഷങ്ങൾക്ക് അതിനനുസരിച്ച് കൊണ്ട് മുദ്ദുകൾ മാറി വരും. ഈ കാര്യം ഗൗരവപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കുകയും അറിയാത്ത ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്യണം. ദീന് പഠിക്കണം. അല്ലാഹു നോക്കുക തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.